ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. ലിബാൻ സാറാണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ്ങിലെ പ്രാക്ടിക്കലിൻ്റെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പോർഷനിലേക്ക് കിടക്കാം. ഇന്നും ലിബറെ ഓഫീസ് കാൽക്കുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റൻ ആണ്. സോ നമ്മൾ ഇന്ന് എന്താ ഡിസ്കസ് ചെയ്യുന്നത്, പ്രിപ്പറേഷൻ ഓഫ് കോളം ചാർട്ട്. നമ്മുടെ കോളം ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. സിമ്പിളാണ്, ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലക്കി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റൻ ആണ് ഈ പറയപ്പെട്ട കോളം ചാർട്ട്. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകും, ഇതെങ്ങനെ എവിടുന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളത്. സോ ആ കൺഫ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് തീർക്കാം. ദ ടോട്ടൽ കമ്മീഷൻ ഏൺഡ് ബൈ മിസ്റ്റർ വിനോദ് ആൻഡ് മിസ്റ്റർ തോമസ്. മിസ്റ്റർ വിനോദും മിസ്റ്റർ തോമസും രണ്ടുപേരും എന്താണ്, എംപ്ലോയീസ്, ജോലിക്കാരാണ്. അവർ നേടിയിട്ടുള്ള കമ്മീഷൻ കാണണം. എന്ത്, ഫോർ ദ ഇയർ 2013 to 2017 ആർ ഗിവൺ ബിലോ. കമ്മീഷൻ കാണാനല്ല, അവർക്ക് ഏൺ ചെയ്ത് അവർ നേടിയെടുത്തുള്ള കമ്മീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് 2013 മുതൽ 2017 വരെ കണ്ട 3, 4, 5, 6, 7 5 വർഷങ്ങളിൽ വിനോദും തോമസും നേടിയിട്ടുള്ള കമ്മീഷൻ ഉണ്ട്. ഇപ്പോൾ 2017 15,950 രൂപ വിനോദും 13,980 രൂപ തോമസും കമ്മീഷൻ നേടിയിട്ടുണ്ട്. 2013 8,910 രൂപ വിനോദും 6,880 തോമസും നേടിയിട്ടുണ്ട് അല്ലേ. അപ്പം പ്രസന്റ് ദ ഡാറ്റ ഇൻ എ കോളം ചാർട്ട്. അപ്പം എന്ത് ചെയ്യണം, ഇതൊരു കോളം ചാർട്ടായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രസന്റ് ചെയ്യണം. സോ ഇതിങ്ങനെ ഒരു ബോർഡായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ടേബിൾ ആയിട്ട് കാണുമ്പോൾ നമുക്ക് വലിയൊരു കാഴ്ചക്ക് ഒരു സുഖമല്ല അല്ലേ. ഓരോന്ന് നോക്കണം, 8,910, 6,880. സോ അതിലൊരു എന്തില്ല, നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കിയാൽ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. പക്ഷെ അതൊരു പ്രസൻറ്റേഷൻ ആക്കി ഒരു ചാർട്ടാക്കി മാറ്റുമ്പം ഈസിലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉൾക്കൊള്ളാൻ പറ്റും. രണ്ടാമത് എന്താ, ചേഞ്ച് ദ ചാർട്ട് ടൈപ്പ് ടു ലൈൻ ചാർട്ട്. നമ്മൾ ആദ്യം കോളം ചാർട്ടാണ് നിർമ്മിക്കുക. കോളം ചാർട്ട് എങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ ബാറ് പോലെ ഉണ്ടാവും അല്ലേ. സോ നെക്സ്റ്റ് ചേഞ്ച് ദ ചാർട്ട് ടു ചാർട്ട് ടൈപ്പ് ടു ലൈൻ ചാർട്ട്. ആ ബാർ ചാർട്ട് എന്ത് ചെയ്യണം, ലൈൻ ചാർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചേഞ്ച് ചെയ്യണം. സോ സിമ്പിളാണ്, നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യാന്നുള്ളത്. ആദ്യം അതിൻ്റെ പ്രൊസീജിയർ എഴുതണം. എങ്ങനെ പ്രൊസീജിയർ, കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ ഈ ഡാറ്റകളൊക്കെ റെക്കോർഡ് ചെയ്യണം. കണ്ടോ, A1 ഇയർ, B1 വിനോദ്, C1 തോമസ്. കാരണം ഇവരെ ഇയറുകൾ വിനോദിൻ്റെത് തോമസിൻ്റെത്, ഈ ഓരോ വർഷങ്ങളിൽ വിനോദും തോമസിനും കിട്ടിയ കമ്മീഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം ഇത് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇവിടെ A1 കണ്ടോ, ഇയർ, ഫസ്റ്റ് ഇയർ 13, 14, 15, 16, 17. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, പിന്നെ ഇത് വേണം നിങ്ങൾക്ക് വലുതാക്കി കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ വിനോദിൻ്റെത് 8,910, 14,000, 12,000, 15,150, 15,950. അതുപോലെ തോമസിൻ്റെത് 6,880, 9,800, 14,980, 14,300, 13,980. സോ ഇങ്ങനെയാണ് ഇവരുടെ എന്തുള്ളത്, കമ്മീഷൻ ഉള്ളത്. അപ്പോൾ ഇനി കമ്മീഷൻ എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു കമ്മീഷൻ്റെ ടേബിൾ എങ്ങനെയാണ് അതിനെ ഒരു പ്രസൻറ്റേഷൻ കോളം ചാർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റാം. സിമ്പിളാണ്. എങ്ങനെയാണ്, അത് ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഈ റേഞ്ചിനെ കണ്ടോ, ഇവിടെ ഈ റേഞ്ചിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചാർട്ട്, സെലക്ട് ദ റേഞ്ച് ഇൻ വിച്ച് ഡാറ്റ എൻ്റർ ചെയ്തിട്ടുള്ള A1 to C6 കണ്ടോ, ഇതാണ് A1, A1, C6 കണ്ടോ, ഇതാണ് C മുതൽ കണ്ടോ, C ഇവിടെ കണ്ടോ, C6 കണ്ടോ, C6. അപ്പോൾ A1 മുതൽ C6 വരെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ദെൻ ഇൻസേർട്ട്, ഇവിടെ ഇൻസേർട്ട് കണ്ടോ, ഇൻസേർട്ട്. എന്നിട്ട് ഇൻസേർട്ട് എടുത്തിട്ട് ചാർട്ട്, അവിടെ ചാർട്ട് എടുക്കുക. ഇൻസേർട്ട് എന്ത് ചെയ്യുക, ചാർട്ട് എവിടെയാണ്, ചാർട്ട്. സോ ചാർട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നുകൂടി സെലക്ട് ചെയ്യുക, ഇൻസേർട്ട്, ചാർട്ട്. അപ്പോൾ എന്തായി, ഇവിടെ ചാർട്ട് വിസാർഡ് കണ്ടോ, ഇത് കണ്ടോ, ചാർട്ട് വിസാർഡ്. ഈ ചാർട്ട് വിസാർഡ് വരും. ഈ ചാർട്ട് വിസാർഡിലാണ് ഏത് ചാർട്ട് ടൈപ്പാണ് കണ്ടോ, ഫസ്റ്റ് ചാർട്ട് ടൈപ്പ്, അതിൽ കോളം വേണോ ബാർ വേണോ, ഏത് ടൈപ്പ് എന്ന് കണ്ടോ, കോളം ഇങ്ങനെ ഉണ്ടാവും, ബാർ ചാർട്ട് ഇങ്ങനെ ഉണ്ടാവും. അത് കോളം ചാർട്ട് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലേ, വെർട്ടിക്കൽ ആയിരിക്കും. പിന്നെ ബാർ ചാർട്ട് ഉണ്ടാവും ഹൊറിസോണ്ടൽ ആയിട്ട്. പൈ ചാർട്ട് ഉണ്ടോ, വട്ടത്തിലുള്ള ചാർട്ട് ഉണ്ടാകും. കണ്ടോ, അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം. കണ്ടോ, ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏരിയ ചാർട്ട് ഉണ്ട്. ഏരിയ ചാർട്ട് കണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഒരു മലകൾ പോലെ ആയിരിക്കും ഉണ്ടാവുക. ലൈൻ ചാർട്ട് ചെയ്യാം. ഏത് ടൈപ്പ് ചാർട്ടാണോ വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏതാ കോളം ചാർട്ടാണ് നമുക്ക് വേണ്ടത്. സോ കോളം ചാർട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, കണ്ടോ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഏത് ടൈപ്പ് ചാർട്ടാണ് എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, ഡാറ്റയുടെ റേഞ്ച് കൊടുക്കണം. ഏതാണ് ഡാറ്റ റേഞ്ച് ഓപ്ഷൻ, ഡാറ്റ റേഞ്ച് ഓപ്ഷൻ നോ ചേഞ്ചസ് റിക്വയർഡ്. ഒരു ചേഞ്ച് നമ്മൾ വരുത്തേണ്ട. കാരണം എന്താ, ഓൾറെഡി എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് റോ ലേബലും ഫസ്റ്റ് കോളം ലേബലായിട്ട് കാണണം. കണ്ടോ, ഫസ്റ്റ് റോ ലേബലും ഫസ്റ്റ് കോളത്തെയും, ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ റോ, പിന്നെ കോളം, അത് രണ്ടുമല്ലേ ലേബൽ, അഥവാ ഇയറുകൾ വിനോദ് തോമസ്. സോ അത് രണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ലേബലായിട്ട് കാണണം. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ്,
ഡാറ്റ സീരീസ് മാനേജ്മെൻറ്റ്. വി ക്യാൻ റിമൂവ് അൺവാണ്ടഡ് ഡാറ്റ. ഇതിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡാറ്റ ഏതെങ്കിലും ഇതിൽ ആവശ്യമില്ലാത്ത ഫീൽഡ് കളർ ഇതിൽ ഏതെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ ഇപ്പോൾ തോമസിൻ്റെ വിനോദിൻ്റെ ഏതെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഇവിടെ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ്, ചാർട്ട് എലമെൻറ്റ് മാനേജ്മെൻറ്റ്. സോ അതിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. സോ എക്സ് ആക്സിന് എന്താ ടൈറ്റിൽ കൊടുക്കാം, എക്സ് ആക്സിസിന് ഇയർ എന്ന് കൊടുക്കാം അല്ലേ, ഇയർ ഏത് വർഷമാണെന്നുള്ളത്. സബ് ടൈറ്റിൽ വൈ ആക്സ് ഉണ്ടോ, ഇവിടെ ഇയർ എന്ന് കൊടുത്തില്ലെങ്കിൽ ഉണ്ടോ ഇവിടെ ഒന്നും വരില്ല. പകരം ഞാൻ എന്ത് ചെയ്തു ഉണ്ടോ, ഇവിടെ DDFF കണ്ടോ, ഇതങ്ങനെയല്ലേ വന്ന് നമ്മൾ എന്ത് ചെയ്യാം, എന്താണോ ടൈറ്റിൽ കൊടുക്കുന്നത് അതെന്ത് ചെയ്യാം അവിടെ വരും. ഇയർ വന്നു. ഇനി സബ് ടൈറ്റിൽ എന്താ, എക്സ് ആക്സിസ് എന്താ, എക്സ് ആക്സിസിൽ എന്ത് കൊടുക്കണം, എക്സ് ആക്സിസ് നമ്മൾ എന്ത് ചെയ്യണം, സോറി ടൈറ്റിൽ കമ്മീഷൻ ഏണ്ടാ കൊടുക്കണേ, മാറിപ്പോയിട്ടോ ഞാൻ പറഞ്ഞപ്പോൾ. ടൈറ്റിൽ എന്താ, കമ്മീഷൻ ഏണ്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം, എക്സ് ആക്സിസിൽ ഏണ്ടിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട്, EARNED ഏണ്ട്. പിന്നെ എന്ത് ചെയ്യണം, എക്സ് ആക്സിസിൽ എന്ത് കൊടുക്കണം, ഇയർ കൊടുക്കണം, ഇയർ. വൈ ആക്സിസിൽ റുപ്പീസ്. അതാ റുപ്പീസ് എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ ഇതുണ്ടോ, ഇതൊരു എത്ര റുപ്യാണ് കിട്ടിയെന്നുള്ളതാണ് വൈ ആക്സിസിൽ. ഇവിടെ ഇയർ കണ്ടോ, ഇതാണ് ഇയർ കണ്ടോ, 2014, 15, 16, 17 ഇതുണ്ടോ, ഇത് ഓരോ അവർക്ക് കിട്ടിയുള്ള പൈസകൾ എത്ര എന്നുള്ളത്. സോ കമ്മീഷൻ നമ്മുടെ മൊത്തത്തിലുള്ള ടേബിളും കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇനി ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇത് എന്തായി മാറി, നമ്മുടെ കോളം ചാർട്ടായി മാറി കേട്ടോ. ഇതാകുമ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി കണ്ടോ, ഇതൊന്ന് സെലക്ട് ചെയ്ത് മൂവ് ആവത്ത്, അല്ല കൺട്രോൾ ചെയ്തിട്ട് കോളം ചാർട്ട് മൂവ് ആവുമല്ലോ സാധാരണ. സാരല്ല, തൽക്കാലം അങ്ങനെ നോട്ടെ. അപ്പം കണ്ടോ ഇവിടെ ഏകദേശം 16,000 ഏറ്റവും കൂടുതൽ സാലറി കിട്ടും. 16,000 ഏറ്റവും കൂടുതൽ കിട്ടിയെന്നതിന് കേട്ടോ, ഏകദേശം 15,950 ഇത്ര കിട്ടിയിട്ടുണ്ട്. ഏത് വർഷമാണ്, 2017. ആർക്ക്, റെഡ് ബ്ലൂ ആണ് എന്ത്, വിനോദ്. മറ്റേ കളർ എന്താ, ഓറഞ്ച് തന്നെയാണോ, തോമസ്. കണ്ണ് കാഴ്ച സത്യം പറഞ്ഞാൽ എനിക്ക് കളറും തിരിച്ചറിയാൻ പറ്റുന്നില്ല, കളർ ബ്രൈൻ്റെ കൈ മാറിയിട്ടുണ്ട്. വിനോദും തോമസും, വയലറ്റ് വിനോദ് പിന്നെ തോമസ്. സോ ഇതാണ് എന്ത്, ലെജൻഡ് കണ്ടോ, ഈ പറയപ്പെട്ട വിനോദ് തോമസ് എന്നുള്ള ഈ കാര്യമാണ് എന്ത്, ലെജൻഡ് എന്നുള്ളത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇവിടെ ടൈറ്റിലുണ്ട്, സബ് ടൈറ്റിലുകളുണ്ട്, എക്സ് ആക്സിസ് വൈ ആക്സിസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി സിമ്പിളാണ്, ചാർട്ട് ടൈപ്പ് മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്, ചാർട്ട് ടൈപ്പ് മാറ്റാൻ ക്ലിക്ക് ഓൺ ദ ചേഞ്ച് ചാർട്ടിൻ്റെ ടൈപ്പ് മാറ്റാൻ ക്ലിക്ക് ഓൺ ദ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇത് കോളം ചാർട്ടിലത് ലൈൻ ചാർട്ടാക്കി മാറ്റണം. സോ ക്ലിക്ക് ദ ഓൾറെഡി പ്രിപ്പയർഡ് കോളം ചാർട്ട് കണ്ടോ, ഈ കോളം ചാർട്ടിൻ്റെ ചാർട്ട് ഏരിയ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക അല്ലേ, ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, സെലക്ട് ചാർട്ട് ടൈപ്പ്, അവിടെ ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക കണ്ടോ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ചാർട്ട് ടൈപ്പ് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ കണ്ടോ ചാർട്ട് ടൈപ്പ് വന്നു അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ലൈൻ ചാർട്ട് കണ്ടോ, ലൈൻ ചാർട്ട്. എന്നിട്ട് അതിലെ പല ടൈപ്പ് ഉണ്ട്, പോയിന്റ്സ് ഓൺലി, പോയിന്റ്സ് ആൻഡ് ലൈൻസ്, ലൈൻസ് ഓൺലി ഉണ്ട്. അതുപോലെ 3D ലൈൻസ് കണ്ടോ, 3D ലൈൻസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മൾ 3D ലൈൻ ജസ്റ്റ് ലൈൻ ചാർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ലൈൻസ് ഓൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക കണ്ടോ. അപ്പോൾ നേരത്തെ ഇവിടെ കോളം ചാർട്ടിൽ ഇപ്പോൾ എന്തായി മാറി, അത് ലൈൻസ് ആയി മാറി. നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചാർട്ട് കാണാൻ പറ്റും. സോ ഇതാണ് ഏറ്റവും കൂടി സിമ്പിളായിട്ട്, മറ്റേ ബാർ ചാർട്ടിനെക്കാളും ഈസി. ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്, അത്രയും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ഡൺ അല്ലേ, സിമ്പിൾ. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേറോൾ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പേറോൾ. ഇതിൻ്റെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രാക്ടിക്കലും ചോദിക്കും, രണ്ടാമത്തത് വൈവേലും ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഫൈനൽ എക്സാമിന് ഇതുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, പേറോളിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനടക്കം നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നോക്കാം. പ്രിപ്പയർ പേറോൾ ഫ്രം ദ ഫോളോയിങ് എംപ്ലോയീസ് കണ്ടോ, ഇവരെ നെയിം, ബേസിക് പേ, PF ലോൺ ഇത് മാത്രം തന്നത്. അപ്പം ബേസിക് പേ ഉണ്ട്, PF ലോൺ എന്താ ഡിഡക്ഷനാണ്. ബേസിക് പേ ഇവരുടെ പേയിലേക്കുള്ളതാണ്, PF എന്താണ്, PF ലോൺ ഇവരുടെ ഡിഡക്ഷനാണ്. സോ നമുക്ക് നോക്കാം എന്തെല്ലാം ഐറ്റംസ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. DA 36%, ബേസിക് പേന് 36% DA ഉള്ളത്. HRA 1750 എല്ലാ എംപ്ലോയീസിനും, ഗ്രേറ്റർ ദാൻ 52,000. 52,000 കൂടുതൽ ബേസിക് പേ ഉള്ളവർക്ക് എന്താണ് 1250, ബാക്കിയുള്ളവർക്ക് 1500. TA എല്ലാ എംപ്ലോയീസും 400 രൂപ ഉണ്ടാക്കും. അപ്പോൾ PF 10 ഗ്രോസ് പേൻ്റെ 10% PF എന്ന് പറഞ്ഞാൽ ഡിഡക്ഷനാണ്. TDS 20%, പേൻ്റെ 20%, TDS ഉണ്ട്. പേ ഗ്രേറ്റർ ദാൻ 60,000, 60,000 കൂടുതൽ ഗ്രോസ് പേ ഉണ്ടെങ്കിൽ 20,000 ആണ് TDS, അല്ലെങ്കിൽ എന്താണ് 10%. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യാം അല്ലേ, ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പേറോൾ എന്നുള്ള ഹെഡിങ് ചെയ്തണ്ടേ. സോ അതിന് A1 to J1 A1 to J1 എന്നുള്ളത് നമുക്ക് കണ്ടോ,
A1 എന്തുണ്ടാകും, A2 നെയിം, BP, DA, HRA, TA, ഗ്രോസ് പേ, അങ്ങനെ ഓരോന്നുണ്ടാകും. അങ്ങനെ എഫ് കഴിഞ്ഞ് GH, PF ലോൺ, TDS, ടോട്ടൽ ഡിഡക്ഷൻ, നെറ്റ് പേ. അപ്പം നെറ്റ് പേ വരെ എന്തുണ്ടാകും, നമുക്ക് ഇത് ചെയ്യാനുണ്ടാകും. സോ നമുക്ക് എന്ത് ചെയ്യാം, അതുവരെ എന്ത് ചെയ്യാം, ഇവിടെ പേറോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാം. സോ നോക്കാം, ഇവിടെ അല്ലല്ലോ, ഇവിടെ J1 വരെ അല്ല കേട്ടോ ശരിക്കും, ആക്ച്വലി K1 വരെ ചെയ്യാം. നമുക്ക് മെർജ് സെൻറ്റർ കൊടുക്കാം. എങ്ങനെയാണ് മെർജ് സെൻറ്റർ കൊടുക്കാം, സിമ്പിളാണ്. ഇവിടെ മെർജ് സെൻറ്ററിൻ്റെ ഓപ്ഷൻ കണ്ടോ, മെർജ് ആൻഡ് സെൻറ്റർ കണ്ടോ, മെർജായി. എന്നിട്ട് അവിടെ എന്ത് കൊടുക്കണം, പേറോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ് അല്ലേ, പേറോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ് കണ്ടോ, പേറോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ്. നമുക്ക് വേണമെങ്കിൽ ബോൾഡൊക്കെ ആക്കാം, പേര് കൊണ്ട് സ്പേസ് ആണല്ലോ. യെസ്, പേറോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ്. ഇനി എന്ത് ചെയ്യണം, ടൈപ്പ് ദ ലേബലസ്, നമ്മൾ എന്ത് ചെയ്യണം, ലേബലുകൾ ടൈപ്പ് ചെയ്യണം. സോ A2 എന്ത് ചെയ്യണം, നെയിം, അതുപോലെ ബേസിക് പേ, ഈ നെയിം എന്ന് പറഞ്ഞാൽ എന്താ, എംപ്ലോയീസ് നെയിം ആണ്. എംപ്ലോയീസ് നെയിം ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മളിവിടെ കൊടുക്കുക. Ctrl+Z, Ctrl+C. ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, നെയിം, ബേസിക് പേ, DRA, DA, HRA, TA, ഗ്രോസ് പേ. ഗ്രോസ് പേ പറഞ്ഞാൽ ഇതൊക്കെ കൂടി ടോട്ടൽ ചെയ്യുന്നതാണ് എന്ത്, ഗ്രോസ് പേ. PF ലോൺ, TDS ഇതെന്താ, ഡിഡക്ഷനാണ്. ഇത് ടോട്ടൽ ഡിഡക്ഷൻ, ഇത് നെറ്റ് പേ. നമുക്ക് എന്ത് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ നെയിം, നമുക്കവിടെ നെയിം കൊടുത്തപ്പം വെറും നെയിമാണ് കൊടുത്തത്. ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എംപ്ലോയി നെയിം കൊടുക്കാം. എങ്ങനെ, നെയിം, ജസ്റ്റ് എംപ്ലോയിയുടെ നെയിം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രോസ് പേ, ഇതൊക്കെ നെറ്റ് പേ വരെ നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അവരുടെ പേരും അവരുടെ എന്ത് സാലറീസ് നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് പേ മാത്രമല്ലേ തന്നിട്ടുള്ളൂ, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ടൈപ്പ് ചെയ്യാം. കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരുടെയും പേരുകളും അതുപോലെ അവരുടെ കണ്ടോ, പേരുകളും അവരുടെ ബേസിക് പേയും നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, PF ലോൺ ഉണ്ട്, PF ലോൺ കണ്ടോ, PF ലോൺ ഇതും ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ PF ലോൺ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ സെറ്റ്. സോ PF ലോൺ പേര് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, DA കാണണം. DA എങ്ങനെ കാണുക, ക്വസ്റ്റ്യനിലുണ്ട് എന്താ, DA ഈസിക്കൽ 36% ഓഫ് BP, അഥവാ ബേസിക് പേൻ്റെ 36% DA ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടോ ഇവിടെ C3 ഈസിക്കൽ ടു B3 × 36%. കണ്ടോ, C3 കണ്ടോ, C3 കണ്ടോ, C3 ഈസിക്കൽ ടു എന്താണ്, ഏതിൻ്റെ, B3ൻ്റെ ഇൻറ്റു 36% കണ്ടോ, 14,420. എത്രയാണ് കണ്ടോ, 36%. B3 × 36%. ഓക്കെ, ഡൺ. ഇനി എന്ത് ചെയ്യണം, ഇത് ഡ്രാഗ് ചെയ്യണം. ഇതിങ്ങനെ താഴോട്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടോ, ഇവിടെ ഒരു ഇത് കണ്ടോ, ഒരു ചെറിയൊരു ബോക്സ് പോലെ, അത് ക്ലിക്ക് ചെയ്യുക. ഇനി അല്ലെങ്കിൽ ഇത് കോപ്പി കൊടുക്കുക, എന്നിട്ട് താഴോട്ടാക്കിയിട്ട്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഇവിടെ ഡിലീറ്റ് ആക്കിയിട്ട്. അപ്പം ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇതൊക്കെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ, Ctrl+V, Ctrl+C, Ctrl+V അടിച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വേറെ ഓപ്ഷൻ ഉണ്ട്, Ctrl+D എന്ന് അടിച്ചാൽ മതി. ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് Ctrl+D എന്ന് അടിച്ചാലും മതി. ഏത് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത എന്താ, BP കഴിഞ്ഞാൽ D3യിൽ എന്ത് ചെയ്യണം, HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണ്, 52,000 കൂടുതൽ ഉണ്ടെങ്കിൽ 1,750. സോ ഈസിക്കൽ ടു എന്താണ്, if ബ്രാക്കറ്റ് ഈസിക്കൽ ടു if എന്ത്, B3 ഈസിക്കൽ കണ്ടോ, ബേസിക് പേ എന്താണ്, ഗ്രേറ്റർ ദാൻ എത്രയാണ്, 52,000 അല്ലേ. 52,000 കൂടുതൽ ഉണ്ടെങ്കിൽ എത്രയാണ്, 1,750. അപ്പോൾ കോമ ഇട്ടിട്ട് 1,750. എന്നിട്ട് അല്ലെങ്കിൽ 1,500. 52,000 കൂടുതൽ അല്ലെങ്കിൽ എന്താ, കുറവാന്ന് ഉറപ്പാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, വേറെ ചെയ്യണ്ട. 52,000 കൂടുതൽ അല്ലെങ്കിൽ കുറവാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ 1,500 ഉള്ളൂ. ഇത് നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, വലിച്ച് താഴോട്ടേക്ക് ഇടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, Ctrl+D അടിക്കുക. ഫുഡ് Ctrl+D അടിക്കുക. കണ്ടോ, ഇയാൾക്ക് കണ്ടോ 54,000 ഉണ്ട്. 52,000 കൂടുതൽ 1,750. ഇയാൾക്ക് 62,000 ഉണ്ട്. അപ്പം 1,750. ബാക്കി ഒക്കെ 52,000 കുറവാണ്. അപ്പോൾ എന്ത് വരും, അപ്പം 52,000 കുറവാണെങ്കിൽ അവർക്ക് 1,500 മാത്രമേ കിട്ടുള്ളൂ. ഇനി അടുത്ത് എന്ത് ചെയ്യണം, TA കാൽക്കുലേറ്റ് ചെയ്യണം. TA എല്ലാവർക്കും 400. അല്ലെ കണ്ടോ, എല്ലാ ആൾക്കാർക്കും TA എന്താണ്, 400. സ്റ്റെപ്പ് 8 എല്ലാവർക്കും TA 400. അപ്പോൾ ഇവിടെ 400 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഫുള്ള് താഴോട്ടാക്കിയിട്ട് Ctrl+D അല്ലെങ്കിൽ Ctrl+C എടുത്താലും മതി. ഇതിനെ സെലക്ട് ചെയ്തിട്ട് എല്ലാത്തിലും എന്ത് ചെയ്യുക, താഴോട്ടേക്ക് വലിച്ചിടുക. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കണ്ടോ, ഇതിനെ പിടിച്ചിട്ട് ഇവിടെ ഉണ്ടോ ഡ്രാഗ് ചെയ്തിട്ടാൽ എന്ത് ചെയ്യും, എല്ലാത്തിനും 400 ആവും. അയ്യോ അങ്ങനെയല്ല അല്ലേ, 400 401 ആവുന്നുണ്ട്. സോ ഇത് Ctrl+C കോപ്പി ചെയ്യുക, എന്നിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്താൽ മതി. Ctrl+V.
ഓക്കെ ഡൺ. ഇനി അടുത്ത് എന്താ ഗ്രോസ് പേ കാണാം. ഗ്രോസ് പേ എങ്ങനെ കാണുക? ഗ്രോസ് പേ സിമ്പിളാണ്, എല്ലാത്തിനും സം ചെയ്യുക. എങ്ങനെ? ഈസ് ഈക്വൽ ടു സം ഓഫ് ഏതൊക്കെ? മൊത്തം സം. യെസ്, ഇതൊക്കെ എന്ത് ചെയ്തു? നമ്മൾ സം ചെയ്തു. ഒന്ന് വലുതാക്കിയതാ. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യണം? ഇതിങ്ങനെ വലിച്ചിട്ട് താഴ്ത്തിടണം. ഗ്രോസ് പേ കാണാൻ എല്ലാത്തിനും സമ്മ്. സോ എല്ലാത്തിനും സമ്മ് കണ്ടു. ഇനി പി എഫ് എങ്ങനെ കാണുക? പി എഫ് 10% എപ്പോ? ഗ്രോസ് പേൻ്റെ 10%. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പി എഫ് കണ്ടോ, പി എഫ് 10%. ഗ്രോസ് പേ എന്ന് പറഞ്ഞാൽ എത്ര? ഗ്രോസ് പേ കണ്ടോ, ഇതാണ് ഗ്രോസ് പേ കണ്ടോ, ഇതിൻ്റെ 10%. അപ്പോൾ ഈസിക്കൽ ടു ഇത് എന്ത്? F3 ഇൻറ്റു 10%. 10%. അയ്യോ സോറി, ഞാൻ ഇവിടെ ഒരു വര ഇടുന്നു അല്ലേ. അപ്പം സെറ്റ് കേട്ടോ, 5562. ഇവിടെ ഗ്രോസ് പേ എന്താണ്? ഒന്നുകൂടി കാണിച്ചാൽ ഈസിക്കൽ ടു ഇത് ഇൻറ്റു 10% എൻട്രി കണ്ടോ. ഞാൻ അറിയാതെ ഒരു ബട്ടൺ കൂടെ ക്ലിക്കായി പോയതാണ്. അപ്പോൾ എൻട്രി ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഒന്നും അതിൻ്റെ കൂടെ ക്ലിക്ക് ചെയ്യാതെ സൂക്ഷിക്കുക. ടോട്ടൽ ഡ്രാഗ് ചെയ്തു, സെറ്റ്. ഇനി എന്ത് ചെയ്യണം? ടി ഡി എസ് ഉണ്ട്. ടി ഡി എസ് എങ്ങനെ കാണുക? ടി ഡി എസ് നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? 60,000 കൂടുതലാണെങ്കിൽ 20%, അല്ലെങ്കിൽ 10%. സോ ഈസിക്കൽ ടു ഇഫ് ബ്രാക്കറ്റ് ഇടുക. എന്താണ് 60,000 കൂടുതലാണെങ്കിൽ കണ്ടോ എന്ത്? F3 എന്ന് പറഞ്ഞാൽ ഏതാ? കണ്ടോ ഇവിടെ നമ്മുടെ ഗ്രോസ് പേ. ഇഫ് F3 ഗ്രേറ്റർ ദാൻ എത്ര? 60,000. 60,000 കൂടുതലാണെങ്കിൽ എത്രയാടാ? 10%. എന്തിൻ്റെ? ജി പേ ഇൻറ്റു 10%. ഇവിടെ 10%. ബ്രാക്കറ്റ് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. കണ്ടോ ഫാൾസ്, കാരണം 60,000 കൂടുതലല്ല. നമ്മൾ ഇതുവരെ ചെയ്ത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മളവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ആക്കിയത്. ഇനി എന്ത് ചെയ്യുക? വീണ്ടും ബ്രാക്കറ്റിൻ്റെ അവിടെ പോവുക. എന്നിട്ട് അല്ലെങ്കിൽ എത്രയാണ്? അല്ലെങ്കിൽ F3 ഇൻറ്റു എത്രയാണ്? F3 ഇൻറ്റു 10% അല്ലേ. ഇവിടെ 20%. അല്ലെങ്കിൽ എത്രയാണ്? F3 ഇൻറ്റു 10% എൻ്റർ ചെയ്യുക. കണ്ടോ 5620 10% എത്ര? 5562. അല്ല 55,620 55,562. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. സിമ്പിൾ. ടോട്ടലല്ല, എല്ലാത്തിനെയും താഴോട്ടേക്ക് വലിച്ചിടുക. എല്ലാത്തിനെയും നമ്മൾ വലിച്ചിടുകയും ചെയ്തു. അപ്പോൾ എന്തായി? ടി ഡി എസ് എത്ര കിട്ടി? എല്ലാത്തിനെയും 10% കിട്ടി. പക്ഷേ കണ്ടോ ഇയാളുടെ ഇവിടെ 60,000 കൂടുതലുള്ള ആരുതാ? 86,000 ഉണ്ട്. സോ ഇത് 20% ഉള്ളത്. ഇനി ആരുതാ? ഇവരുടെ ഉണ്ടാകും 20% ഉള്ളത്. 20ഉം 20% ഉള്ളത്. ഇനി ഡിഡക്ഷൻ എന്താ? ഡിഡക്ഷൻ ടോട്ടലാ. സോ ടോട്ടൽ ഡിഡക്ഷൻ കാണുന്നത് എങ്ങനെ? J3 സം ഓഫ് J13 കണ്ടോ, ഇത് മുതൽ പി എഫ് ലോൺ ടി ഡി എസ് ഇത് 3 ഡിഡക്ഷനാ. സോ ഈസിക്കൽ ടു സം ഓഫ് എന്താണ്? സം ഓഫ് ഉണ്ടോ, ഇത് 3. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ. സിമ്പിളാണ്. എന്നിട്ട് താഴോട്ടേക്ക് വലിച്ച് ചെയ്യുക ഓരോരുത്തരുടെയും ഡിഡക്ഷൻസ്. ചില ആൾക്കാർക്ക് പി എഫ് ലോണേ ഇല്ല ഉണ്ടോ, ഇവർ ലോൺ എടുത്തിട്ട് തന്നെ അല്ല, ലോൺ എടുത്തവർക്ക് മാത്രം ലോൺ കൂട്ടിയാൽ മതി. സോ എന്ത് ചെയ്തും നമ്മുടെ ലോൺ ഇത്രയും വരും. ഡിഡക്ഷൻസ് എന്തുണ്ടാകും? ഇത്ര ഒരു എമൗണ്ട് വരും അല്ലേ. ഡിഡക്ഷൻ ഇത്രയുണ്ട്. ഇനി എന്ത് ചെയ്യണം? നെറ്റ് പേ എങ്ങനെ കാണുക? നെറ്റ് പേ സിമ്പിളാണ്. എന്ത്? ഗ്രോസ് പേ മൈനസ് ഡിഡക്ഷൻ. സോ എന്താണ്? ഗ്രോസ് പേ ഈസ് ഈക്വൽ ടു ഗ്രോസ് പേ കണ്ടോ എന്താണ്? F3 ഗ്രോസ് പേ മൈനസ് ഡിഡക്ഷൻ എത്രയാണ്? ഇത് J3 എൻ്റർ കണ്ടോ 33,396. എന്നിട്ട് വലിച്ചിടുക. സിമ്പിൾ. സോ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട്. ഇത് ചെയ്യുമ്പം നമുക്ക് ഔട്ട്പുട്ട് ഇതാ ഈ രീതിയിൽ കിട്ടും. ഇവിടെ അല്ല, ഇതിലെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടും. അതാണ് മൊത്തത്തിൽ, അതായത് ഇവരുടെ മൊത്തത്തിലുള്ള സാലറി. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ താഴെ ഇവിടെ കാണാം. ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ച ഒരു സംഭവമാണ് അത്. ഇതേപോലെ എന്ത് ചെയ്തു നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇവിടെ നമുക്ക് ആദ്യം തന്നെന്താ? ഇത് തന്നു. പിന്നെ എന്ത് തന്നു? പി എഫ് ലോൺ തന്നു. അത് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തു അല്ലേ. അതായത് എൻ്റർ ചെയ്യാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ വേണം. എങ്ങനെ? ആദ്യം ഇവർക്ക് കിട്ടാനുള്ള പൈസകളൊക്കെ, അതാണ് പേ എന്തൊക്കെ? ഗ്രോസ് പേ, ഡി HR, ടി ഒക്കെ ആദ്യം ചെയ്ത് എന്നിട്ട് ടോട്ടൽ ചെയ്ത ജി പേ. എന്നിട്ട് അതിന് ഡിഡക്ഷൻസ് പി എഫ് ലോൺ, ടി ഡി എസ്
അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ നമ്മൾ ചെയ്യണം. പിന്നെ ടോട്ടൽ ഡിഡക്ഷൻ, പിന്നെയാണ് നെറ്റ് പേ എന്ന് പറഞ്ഞാൽ ഗ്രോസ് പേന്ന് ഡിഡക്ഷൻ കുറച്ചിട്ട്. അഥവാ എനിക്ക് 1,00,000 സാലറി ഉണ്ട്, പക്ഷേ അതിൻ്റെ ടാക്സ് ഒക്കെ പിടിച്ച് ബാക്കി എനിക്ക് ആകെ 80,000 കിട്ടുള്ളൂ. അപ്പോൾ 80,000 നെറ്റ് പേ, ഗ്രോസ് പേ എത്ര 1,00,000 ആണ്. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഓർഡർ വേണം. ഇതിൽ എങ്ങനെയാണ് സാലറി കാണുക, സാലറിൻ്റെ അഡീഷൻ എന്തൊക്കെയാണ്, പേ എന്തൊക്കെയാണ്, ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഗ്രോസ് പേ എന്തൊക്കെ കൂട്ടിയാലാണ് കിട്ടുക എന്നുള്ളതൊക്കെ എക്സാമിന് ചോദിക്കും. പിന്നെ സമ്മിൻ്റെത്, ഇവിടെ സമ്മ് പഠിച്ചു, പിന്നെ ഇഫിൻ്റെത് പഠിച്ചു, പിന്നെ ഇഫ് കണ്ടീഷൻ സമ്മ് പഠിച്ചു, പിന്നെന്താ ഉള്ളത്, പിന്നെന്ത് പഠിച്ചു, ടോട്ടൽ ചെയ്യാനുള്ളത്, ഡ്രാഗ് ചെയ്ത് വലിച്ചിടാനുള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലേ. സോ ഇതാണ് ഇങ്ങനത്തെ ഇതാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ശരിക്കും നിങ്ങൾക്ക് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇങ്ങനത്തെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും, ഡിപ്രീസിയേഷൻ ഇതുപോലെ ചെയ്യാനുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെച്ചാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റല്ലേ? സംഭവം സിമ്പിളാണ്, പക്ഷേ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ മൊത്തത്തിൽ ബാധിക്കും. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ മതി, മൊത്തത്തിൽ എന്ത് ചെയ്യും, ഇത് ബാധിക്കും. സെറ്റല്ലേ? ഓക്കെ ഫൈൻ. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.